ഹേ ഗെയ്സ്, ഈ വർഷത്തെ ഉത്സവത്തിന് കടകളൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ മുറ്റത്താണ് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. പാറു അത് കണ്ടിട്ട് കുറേ എടുക്കാൻ നോക്കി. അപ്പോഴാണ് അതിൻ്റെ ഓണർ വന്നിട്ട് പാറുവിനെ വിളിച്ചത്. പാറുവിനെ വിളിച്ചിട്ട് അവരത് തുറന്ന് അവൾക്കൊരു ബലൂണം കൊടുത്തു. പിന്നീട് ഇവർ രണ്ടുപേരും ഘോഷയാത്രയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഘോഷയാത്രയ്ക്ക് പോയി തിരിച്ച് വരുന്നത് കാണാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അങ്ങനെ തിരിച്ച് വരവാണത്. ഒരുപാട് അമ്മമാരും ചേച്ചിമാരും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. താലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, മീനും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് സാഹചര്യം അനുകൂലമല്ലാത്തത് കൊണ്ട് ഞാൻ എടുത്തില്ലായിരുന്നു. താലത്തിന് തൊട്ട് പിന്നാലെ തന്നെ ഒരുപാട് ദേവിമാരൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ ദേവനൃത്തമൊക്കെ ഉണ്ട് കേട്ടോ. ഇവർക്ക് തൊട്ട് പിന്നാലെ തന്നെ DJ ഉണ്ടായിരുന്നു. DJ അല്ലാത്തൊരു പരിപാടിയില്ലല്ലോ, DJ ആണല്ലോ ഇപ്പോൾ വൈബ്. അതിനുശേഷം ടീമിൻ്റെ ശിങ്കാരിമേള ഉണ്ടായിരുന്നു. ശിങ്കാരിമേളത്തോടൊപ്പം തന്നെ ദേവന്മാരുടെ ദേവനൃത്തം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള കല്യാണങ്ങളിലും ഉത്സവങ്ങളിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള പൂക്കാവടി ഡാൻസ് ഉണ്ടായിരുന്നു. ഉത്സവം പൂരം എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മനസ്സിലോട്ട് വേഗം ഓടിയെത്തുന്നത് ഒരു ആനയാട്ടോ. ഒരാനയുടെ കുറവ് മാത്രമേ ഞാനിവിടെ കണ്ടുള്ളൂ. ഇത്രയും ശബ്ദം കേട്ടിട്ടും പാറു എൻ്റെ തോളിൽ കിടന്ന് ഉറങ്ങുകയാണ്. അങ്ങനെ പ്രധാന പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് DJ വിത്ത് ഡാൻസ് ഇതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അതിനുശേഷം ലാസ്റ്റ് പരിപാടിയായിട്ട് ആകാശവിസ്മയം